ഒരു സമയത്ത് അന്നേ റസൂലൊക്കെ ഇറങ്ങുന്ന സമയത്താണ് എനിക്ക് ആക്ച്വലി ഇതെന്താ പരിപാടി എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം തോന്നി. ഞാൻ തലവരയിൽ ഷൂട്ട് സമയത്തും കൂടെ ഉണ്ടായിരുന്നു. വേറെ വർക്കൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. ഞാൻ ചെല്ലുന്ന സമയത്ത് വേറെ ആരും ഇല്ലായിരുന്നു. ഞാനും ആയിഷേട്ടനും മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെ. സീസൺ ഈസ് ആക്ച്വലി വെരി ടഫ് ടു മേക്ക്. അങ്ങനത്തെ ഒരു പടം അത്. അറിയിപ്പിലാണ് ആക്ച്വലി എൻ്റെ പേര് ആക്ച്വലി വെക്കുന്നത്. ഞാൻ ആക്ച്വലി സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞിട്ട് ആക്ച്വലി ഈ എഡിറ്റിങ്ങിനെ പറ്റിയിട്ട് അങ്ങനെ കൂടുതൽ സംസാരിക്കാറില്ല. ആർക്കറിയാമാണ് നരേറ്റീവ് വൈസ് എഡിറ്റിൽ നല്ല പണിയായിരുന്നു. തലവരയ്ക്കകത്താണ് അർജുൻ്റെ പെർഫോമൻസ്. ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് അതിൽ ഇൻ്റർവെൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ഞാൻ റൂമിൽ ഒറ്റയ്ക്കുള്ളൂ. എനിക്ക് കാണുന്ന സമയത്ത് നമുക്കൊരു തരിപ്പുണ്ടാവില്ലേ. എഡിറ്ററായിട്ട് ആക്ച്വലി ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് എന്നൊക്കെ പറഞ്ഞ എഡിറ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വെഡ്ഡിങ്ങൊക്കെ എഡിറ്റ് ചെയ്യുന്ന നാട്ടിലെ ചെറിയ പരിപാടിയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരാളായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് എൻ്റെ എഡിറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ സിനിമയോടൊരു താല്പര്യം അങ്ങനെ വളരെ കൊച്ചിലൊന്നുമില്ല. ഞാൻ സ്കൂളിൻ്റെ ഒക്കെ ഒരു അവസാന ഘട്ടം ഇങ്ങനെ +1 +2 ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാൻ പോകുന്ന സമയത്തൊക്കെ ഒരു സമയത്ത് അന്നേ റസൂലൊക്കെ ഇറങ്ങുന്ന സമയത്താണ് എനിക്ക് ആക്ച്വലി ഇതെന്താ പരിപാടി എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം തോന്നി. ആ ഒരു വളരെ ലേറ്റായിട്ട് ഒരു +1 +2 ആ സമയത്തൊക്കെ തോന്നിയ ഒരു സിനിമയോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ മാത്രം സിനിമയിൽ വന്ന ആളാണ്. അങ്ങനെ പിന്നെ എഡിറ്റിലേക്ക് മാറിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫോർ ദ പീപ്പിൾ ഇങ്ങനത്തെയൊക്കെയുള്ള പടങ്ങൾ പണ്ട് നമ്മളിങ്ങനെ കണ്ട് ഇങ്ങനെ ടെക്നിക്കൽ സൈഡൊക്കെ കണ്ട് ഇതാണ് എഡിറ്റിങ്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാട് തെറ്റാണ്. എഡിറ്ററല്ല, അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ എഡിറ്റിലേക്ക് വന്ന ആളാണ്. പിന്നെ ഈ മൈ ഡിയർ കുട്ടിച്ചാത്തനെ കണ്ടിട്ട് എൻ്റെയൊക്കെ അന്നത്തെ പ്രായത്തിൽ ഇത് ഭയങ്കര എഡിറ്റിംഗ് പരിപാടിയാണെന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇതാണ് എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന ആളാണ്. പിന്നെ സിനിമയോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് വളരെ ലേറ്റായിട്ട് സംഭവിച്ചതാണ്. അങ്ങനെയാണ് എഡിറ്റിലേക്ക് വന്നത്. എനിക്ക് കണ്ടൻറ് ഡ്രിവൺ ആയിട്ടുള്ള ഡ്രാമ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. അതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. ഡ്രാമ കൂടുതലും ഫാമിലി ഡ്രാമ അല്ലെങ്കിൽ അല്ലാതെ ഡ്രാമ ഡ്രിവൺ ആയിട്ടുള്ള സിനിമകൾ ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യം. പറയാൻ പറ്റില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞ് മാറാതിരിക്കുക. അങ്ങനെ തലവരയിൽ അങ്ങനെ കുറച്ച് സീനുകളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ഞാൻ തലവരയിൽ ഷൂട്ട് സമയത്തും കൂടെ ഉണ്ടായിരുന്നു. വേറെ വർക്കൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ തലവര സമയത്ത് ഷൂട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ചില സീനുകൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ ആ സമയത്ത് സ്പോട്ടിൽ മനസ്സിലാവും ഇത് തിയേറ്ററിൽ വർക്കാവും എന്ന്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നഷ്ടപ്പെടും. ഒരു ഫസ്റ്റ് റൗണ്ട് എഡിറ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നഷ്ടപ്പെടും. പിന്നെ അത് തിയേറ്ററിൽ ആൾക്കാർ കണ്ടിട്ട് അഭിപ്രായം പറയുമ്പോൾ മാത്രമേ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കിട്ടാറുള്ളൂ. തിയേറ്ററിലൊക്കെ അങ്ങനെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തിയേറ്ററിൽ നമുക്ക് ഒരു പടവും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വരാറില്ല. അതിന് ശേഷം അതൊരിക്കലും എല്ലാവർക്കും മിക്ക എഡിറ്റേഴ്സിനും അങ്ങനെ തന്നെ. അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്ത് കണ്ടുകൊണ്ടേയിരിക്കും. എനിക്കങ്ങനെയാണ്. തലവര ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം തലവര ഇപ്പോൾ ഇറങ്ങിയതിന് ശേഷം ആൾക്കാർ പല സീനുകൾ പറയുമ്പോൾ അന്ന് വർക്കായ സീനുകളൊക്കെ ഇപ്പോഴും വർക്കാവുന്നുണ്ട് എന്നാലോചിക്കുമ്പോൾ വളരെ സന്തോഷം. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് തലവര തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിനകത്ത് പല ആൾക്കാരും ചില സമയത്ത് പടം പെട്ടെന്ന് തീർന്നു പോയി അങ്ങനത്തെ ഫീല് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ അതൊരിക്കലും ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. ആ പടം ഡിസേർവ് ചെയ്യുന്ന സമയം മാത്രമേ ആ പടത്തിനുള്ളൂ. അതിൽ കൂടുതൽ പടം ആരും കാണണ്ട എന്നൊരു തീരുമാനം ഞാനും ഡയറക്ടറും ഞങ്ങളിത് വളരെ ഷാർപ്പായിട്ട് തീരുമാനിച്ചു. ഇതിൽ കൂടുതൽ ഈ പടം ഒരിക്കലും ഡ്രാഗ് ചെയ്യണ്ട. പിന്നെ ആൾക്കാരിങ്ങനെ ചിലരൊക്കെ നോട്ട് ചെയ്ത് പറയുമ്പോൾ തോന്നുന്നു അവിടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ആൾക്കാർക്ക് അത് ചിലപ്പോൾ ആൾക്കാർക്ക് പടത്തോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും കേട്ടോ. കുറച്ചുകൂടെ വേണം, കുറച്ചുകൂടെ ഇപ്പോൾ അവരുടെ രണ്ടുപേരും പേരുണ്ട്, അർജുൻ്റെയും അവരെയും റൊമാൻറ്റിക് സീൻസൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ നമുക്കത് പിന്നെ ആലോചിച്ചപ്പോൾ ഞങ്ങളും 2-3 സീനൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ലിഫ്റ്റ് ആയാനെ അങ്ങനത്തെ തോന്നലുകൾ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ വിടുന്നത്, പിന്നെ ആൾക്കാരുടെ കയ്യിലായിരിക്കുന്നത്. ഞാൻ മഹേഷേട്ടനിലേക്ക് വരുന്നത് ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയറിൽ നമുക്കൊരു പ്ലേ ബാക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി നമുക്കവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 2-3 വർക്കുകൾ നമുക്ക് ചെയ്ത വർക്കുകൾ പുള്ളിക്ക് കാണിച്ചു കൊടുത്തു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം പുള്ളി പോയി. പിന്നെ യാദൃച്ഛികമായിട്ട് ഒരു സമയത്ത് നമ്മൾ HODക്ക് പുള്ളി ഇങ്ങനെ സംസാരിച്ചു, അവിടെ ഉള്ള ഇന്ന ആളുടെ കോണ്ടാക്റ്റ് കിട്ടുമോ. അങ്ങനെ പുള്ളിയുടെ ഒരു വർക്കിലേക്ക് നമ്മളെ വിളിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങുന്നതിന് മുന്നേ ആക്ച്വലി പുള്ളിയുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ തേർഡ് ഇയർ ഇങ്ങനെ വർക്ക് ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകും, അങ്ങനത്തെ ഒരു
പിന്നെ അവിടുന്ന് പിന്നെ പുള്ളിയുടെ പടങ്ങളെല്ലാം ചെയ്തു. ഞാൻ ചെല്ലുന്ന സമയത്ത് വേറെ ആരും ഇല്ലായിരുന്നു. ഞാനും മാഷേട്ടനും മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെ. സീസൺ ഈസ് ആക്ച്വലി വെരി ടഫ് ടു മേക്ക്. അങ്ങനത്തെ ഒരു പടം അത്. അത് നമ്മളത് ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഈ പടത്തിൻ്റെ രൂപം എന്താണെന്ന് നമുക്കൊരു ധാരണയില്ല. ബാക്കിയുള്ള മാഷേട്ടൻ്റെ പടങ്ങൾ വെച്ച് നോക്കുമ്പം ഇതിൻ്റെ എഡിറ്റ് എങ്ങനെ വരുമെന്ന് നമുക്കൊരു ധാരണയില്ല. പുള്ളിയുടെ മനസ്സിലെ ഐഡിയ ഏകദേശം ഒരു രൂപമൊക്കെ ഉണ്ടാക്കി പോലും നമ്മൾ എഡിറ്റിൽ ഇങ്ങനെ അതിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ എഡിറ്റിങ്ങിനെ മാറിക്കൊണ്ടിരിക്കും. എഡിറ്റിൻ്റെ ടൈം ലൈൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒന്നും മനസ്സിലാവില്ല. അത്ര വളരെ എന്ന് വെച്ചാൽ അത് ഒരു ടെക്നിക്കൽ പടത്തിനപ്പുറത്ത് അതിനകത്തൊരു ഡ്രാമയുണ്ട്, പല ലേയേഴ്സ് ഉണ്ട്. പിന്നെ ഇത് ആൾക്കാർക്ക് മനസ്സിലാവണം. പിന്നെ ഇത് ഇപ്പോൾ OTT കാണുമ്പോൾ ആൾക്കാർക്ക് റീവാച്ച് ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടെ അത്, പക്ഷേ ഒരു തിയേറ്ററിലാണെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിലായെന്ന് വരില്ല പല കാര്യങ്ങളും. എന്നിട്ട് പോലും OTTയിലായിട്ട് പോലും നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്യേണ്ടി വന്നു. എഡിറ്റിൽ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവും. പല ഷോട്ടുകളും സ്കെയിൽ ചെയ്യുന്നു, കട്ട് മാറി വരുന്നു. അത്ര റിയലിസ്റ്റിക്കും അല്ല ആക്ച്വലി. സീസൺ ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് കുറേ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ എഡിറ്റിൽ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് ആക്ച്വലി ബേസിക്കലി അത് ഫുൾ ഓൺ ഐഡിയ മായേട്ടനത് കൃത്യമായിട്ടൊരു ഇതിങ്ങനെ പോകണം, ഇങ്ങനെ തന്നെ, ഇതാണ് അതിൻ്റെ നാരേറ്റീവ്, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എഴുതി കാണിക്കേണ്ടി വരും. എത്ര സബ് ടൈറ്റിൽ ഉണ്ടെങ്കിലും ആൾക്കാർ ചില കാര്യങ്ങൾ രജിസ്റ്റർ ആവണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ. അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം അത് ഐഫോൺ മാത്രമല്ല, നമ്മൾ പാനസോണിക് S1H എന്ന് പറഞ്ഞൊരു ചെറിയൊരു ക്യാമറയിൽ നമ്മളത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇമേജ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങനെ അത്ര സ്കെയിൽ ചെയ്തൊരു മൊബൈലിൻ്റെ ക്വാളിറ്റിയാണ് അതിന് ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ ട്രീറ്റ് ചെയ്ത് വളരെ ടഫായിരുന്നു പടം. ടഫെന്ന് വെച്ചാൽ നമ്മളൊരു ഒരാഴ്ച കൊണ്ട് ഒരു 2 ആഴ്ച കൊണ്ട് എഡിറ്റ് കഴിഞ്ഞു. VFX എല്ലാം നമ്മൾ തന്നെ അവിടെ നിന്ന് തന്നെ ചെയ്യുന്നത്. മ്യൂസിക്, സൗണ്ടും എല്ലാം കഴിഞ്ഞിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ ആമസോണിന് കൊടുത്തു. പക്ഷേ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ആമസോണിന് വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ OTTക്ക് അങ്ങനെ ഒരു പർപ്പസില്ല. അവിടെ നമ്മൾ കൊറോണയ്ക്ക് വെറുതെ ഇരിക്കില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വരുത്തി ചെയ്ത പരിപാടിയാണ്. പക്ഷേ അത് ആ സമയത്ത് എന്തോ കുറച്ച് റീച്ചായി. ഞങ്ങൾ രണ്ടുപേരും പേര് വെക്കുന്നത് വളരെ യാദൃച്ഛികമായിട്ട്, ഞാൻ പോലും അറിയാതെ അറിയിപ്പിലാണ് ആക്ച്വലി എൻ്റെ പേര് ആക്ച്വലി വെക്കുന്നത്. ഞാൻ ഷൂട്ടിന് പോകുന്നു, എഡിറ്റ് ചെയ്യുന്നു. പുള്ളി ലാസ്റ്റ് റൗണ്ടൊക്കെ നോക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ എഡിറ്റ് പടം കൊടുത്തതിന് ശേഷം ഒരു ദിവസം എനിക്ക് ഏതോ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഒരു ട്രെയിലർ കട്ട് ചെയ്യടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി എന്നെ പറഞ്ഞടാ നിൻ്റെ പേര് എഡിറ്റിൽ വെക്കണം പറഞ്ഞു. അതുവരെ ഷൂട്ട് സമയത്തോ എൻ്റെ പ്രീ സമയത്തോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അത് വളരെ പെട്ടെന്ന് വന്ന പേരാണ്. നിലവിൽ അങ്ങനെ ഒരുപാട് റെഫറൻസിലൊന്നും അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളൊരു പാറ്റേൺ അല്ല നമ്മുടെ വർക്ക് നടക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരുപാട് പല മേഖലയിലുള്ള പടങ്ങൾ ചെയ്തിട്ടുമില്ല. പിന്നെ ചെയ്യുവാണെങ്കിലും ചില സമയത്ത് നമ്മൾ ഡയറക്ടറുടെ അടുത്തൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ചില പടങ്ങളെ റെഫറൻസുകൾ നമുക്കിങ്ങനെ അതേപോലെ ഷൂട്ട് ചെയ്യണം എന്നല്ല, എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കുറച്ച് പറയാറുണ്ട്. മീൻസ് ഇങ്ങനെ വന്നിരുന്ന കുറച്ച് സ്പേസും ടൈമും കൊടുത്താൽ നല്ലതായിരിക്കും. അങ്ങനത്തെ അത് പിന്നെ നമുക്ക് ചിലപ്പോൾ എഡിറ്റിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഷൂട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. എഡിറ്റിൽ വന്നിട്ട് നമുക്ക് പിന്നെ ഒന്ന് കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ റെഫറൻസുകൾ പറയാറുണ്ട്. ചിലരത് ഷൂട്ട് ചെയ്യും, ചിലർ ഷൂട്ട് ചെയ്യാതിരിക്കാം. പിന്നെ എഡിറ്റിൽ ചിലപ്പോൾ വേറൊരു പടമായി മാറും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ ആക്ച്വലി സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് ആക്ച്വലി ഈ എഡിറ്റിനെ പറ്റിയിട്ട് അങ്ങനെ കൂടുതൽ സംസാരിക്കാറില്ല. എഡിറ്റ് ആക്ച്വലി അവർ എഴുതുന്ന സമയത്ത് അവരുടെ മനസ്സിലൊരു എഡിറ്റ് ഉണ്ടാവും. ആക്ച്വലി ഇനി ഏത് ഡയറക്ടർ എഴുതിയാൽ പോലും അവർക്കൊരു എഡിറ്റ് ഉണ്ടാവും. അതാണ് ബേസ് എഡിറ്റ്. അതിൻ്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മളെ കോൺട്രിബ്യൂഷൻ ആക്ച്വലി. പിന്നെ നമുക്ക് സ്ക്രിപ്റ്റ് സമയത്ത് പറയാൻ പറ്റും ഈ എഡിറ്റിൽ ഈ പോകുന്ന ഫ്ലോയിൽ ഇപ്പോൾ ഒരു ക്യാരക്ടറിന് അയാൾ ട്രാവൽ കിട്ടുന്നില്ല, കുറച്ച് കഴിഞ്ഞ് മിസ്സായി പോകുന്നു. ചിലപ്പോൾ ആൾക്കാർ പടം കണ്ടിട്ട് പറയും എഡിറ്റിൽ ചിലപ്പം കുറച്ച് സീനുകൾ പോയോണ്ടായിരിക്കും അങ്ങനെ ഇരിക്കുന്നതെന്ന്. അത് നമ്മൾ ചിലപ്പോൾ ഷൂട്ടിന് മുന്നേ പറയും ഈ ക്യാരക്ടറിന് ട്രാവലില്ല, ഇത് പോയി. പിന്നെ വേറെ സീനുകളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ചില സീനുകൾക്ക് ഇൻ ബിറ്റ്വീൻ ടൈമുണ്ട്. ഇപ്പോൾ ആൾക്കാർ വളരെ കാണാൻ ആഗ്രഹിക്കുന്ന 2 പേഴ്സിൻ്റെ സീക്വൻസ്, ഇതായിരിക്കും ആൾക്കാർ തിയേറ്ററിൽ കാണാൻ താല്പര്യം. അല്ലെങ്കിൽ ഇപ്പം ലാലേട്ടനോ മമ്മൂക്കയോ അവർ വരുന്ന സീനുകളായിരിക്കും, അവരൊരുമിച്ചുള്ള സീക്വൻസ് കാണാനായിരിക്കും ആൾക്കാർക്ക് താല്പര്യം. ഇത് ഇൻ ബിറ്റ്വീൻ വേറെ കുറച്ച് സീനുകൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കണക്ഷൻ പോകും. ആൾക്കാർക്ക് ആ സമയത്തേക്ക് മൊബൈൽ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു എഡിറ്ററുടെ ഉദ്ദേശം.
തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് കുറച്ച് നേരം അവർക്ക് താല്പര്യമില്ലാത്ത സീൻ വന്നു കഴിഞ്ഞാൽ മൊബൈൽ എടുക്കുക, എന്നിട്ട് പടം കണ്ടിട്ട് പറയും എഡിറ്റിൽ എന്തോ പ്രശ്നമുണ്ട്. മനസ്സിലായില്ലേ? അത് നമ്മൾ സ്ക്രിപ്റ്റ് ലെവലിലേ ചെയ്യുക. ഇതാണ് ഞാൻ എഡിറ്റിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറയുന്നത് അല്ലെങ്കിൽ റൈറ്റേഴ്സിൻ്റെ അടുത്ത് പറയുന്നത്. അവിടെ കറക്റ്റ് ആ സ്ക്രിപ്റ്റിൽ എഡിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ബാക്കി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതാണ്, അല്ലാതെ ഞാൻ വേറെ പാറ്റേൺ ഒന്നും അങ്ങനെ ഫോളോ ചെയ്യാറില്ല. ആർക്കറിയാമിൻ്റെ എഡിറ്റ് അത് സാനു ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഒരു ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. ഒരു ക്യാമറമാൻ കം ഡയറക്ടർ, പുള്ളിയുടെ വിഷനറിയും എല്ലാം മൊത്തത്തിൽ വളരെ ഡിഫറെൻ്റ്. അത് നമ്മൾ അതിൻ്റെ എഡിറ്റ് സമയത്ത് തന്നെ ഞാനും സാനു ചേട്ടനും കൂടെ ഒരു 2 മാസത്തോളം തന്നെ ആദ്യത്തെ എഡിറ്റിൽ ഇരുന്ന് നമ്മളൊരു എഡിറ്റ് ഉണ്ടാക്കി. അത് ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് എൻ്റെ ഫിലിം സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ എഡിറ്റിൽ ചിലവഴിച്ച പടം അതായിരിക്കും. മീൻസ് ഒരു ഡയറക്ടറുടെ കൂടെ അത് ഓരോ സീനും പുള്ളി നമ്മുടെ അടുത്ത് പറയുന്നതും അത് മീറ്റർ ചെയ്യപ്പെടുന്നതും പറയും. രാവിലെ ഇത് ഇപ്പം നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ പറയണോ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഒരു ഇത് കഴിഞ്ഞൊരു 2 റീല് കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടർ എന്നെ തിരിച്ച് പറയുന്നുണ്ട്, അപ്പോൾ നമ്മളിപ്പോൾ ഇത് പ്ലേസ് ചെയ്യണോ, ഇങ്ങനത്തെയൊക്കെയുള്ള ചാലഞ്ചിങ് ചില സമയത്ത് ഇങ്ങനെ പുള്ളി തന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് പറ്റിയ തെറ്റ് പുള്ളി തന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ എഡിറ്റിൽ പരിഹരിക്കപ്പെടണം. അങ്ങനത്തെ എക്സ്പീരിയൻസ് എനിക്ക് ആക്ച്വലി ആർക്കറിയാമില്ലായിരുന്നു. ആർക്കറിയാമാണ് നരേറ്റീവ് വൈസ് എഡിറ്റിൽ നല്ല പണിയായിരുന്നു. സീസൺ ഞാൻ പറഞ്ഞില്ലേ, സീസൺ നരേറ്റീവിനപ്പുറത്ത് അതിൻ്റെ ടെക്നിക്കൽ പരിപാടി കൊണ്ട് ഭയങ്കര സമയവും ടെക്നിക്കൽ പരിപാടി കൊണ്ട് വളരെ ടഫായിരുന്നു സീസൺ. ആർക്കറിയാം അതിൻ്റെ നരേറ്റീവ് കുറച്ച് പാടായിരുന്നു. അത് എഡിറ്റിലേക്ക് അതിൻ്റെ സ്ക്രാച്ച് എത്താൻ വരെ സമയമെടുത്തു. ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനുഷ്യൻ ഒബ്വിയസ്ലി മാഷേട്ടൻ്റെ ഒരാളാണ്. പുള്ളിയാണ് കൊണ്ടുവന്നത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ നാട്ടിൽ കുറച്ച് നല്ല വർക്കൊക്കെ ചെയ്ത് പയ്യെ മുന്നോട്ട് പോകാമെന്നുള്ളൊക്കെയുള്ള പരിപാടി ഇരിക്കുന്ന സമയത്താണ് വളരെ യാദൃച്ഛികമായിട്ട് ലൈഫിലേക്ക് വന്ന ആളാണ് മാഷേട്ടൻ. സിനിമയിൽ വളരെ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാർ ചോദിക്കുവാണെങ്കിൽ മാഷേട്ടനും സാനു ചേട്ടനും ആയിരിക്കും. അവർ രണ്ടുപേരാണ് എൻ്റെ 2ാമത്തെ ഫിലിം സ്കൂൾ. ഓർഡറിൽ ഷൂട്ട് ചെയ്തതിന് ബെനിഫിറ്റ് ഉണ്ട് ആക്ച്വലി. ഇപ്പം ആർക്കറിയാമൊക്കെ കുറച്ച് ഒരു 70% ഒക്കെ കുറച്ച് ഓർഡറിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് സെറ്റിലാണ് അത് നമുക്ക് കൂടുതൽ മനസ്സിലാവുക. മുന്നോട്ടുള്ള സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ നല്ലതാണ്. പക്ഷേ എനിക്ക് വേറെ അതുപോലെ പടങ്ങളൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചിലപ്പോൾ ക്ലൈമാക്സ് ആയിരിക്കും. ഇപ്പോൾ മാലിക്കിലൊക്കെ ക്ലൈമാക്സാണ് ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലൈമാക്സിൽ ഉള്ള സീക്വൻസ് ആയിരിക്കും ചിലപ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. എല്ലാ പടങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം തലവരയിലാണെങ്കിലും അതിൻ്റെ മെയിൻ പഞ്ചായിട്ടുള്ള സീനുകളൊക്കെയാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. ഒരു ആക്ടറിനെയൊക്കെ സംബന്ധിച്ചിടത്ത് ഭയങ്കര പാടാണ് ആക്ച്വലി. അത് ഫസ്റ്റ് ദിവസമൊക്കെ അർജുനൊക്കെ പല ദിവസവും പറഞ്ഞിട്ടുണ്ട്, മച്ചാൻ ഇത് നമുക്ക് വേറൊരു ദിവസം പിടിച്ചാലോ, ഇന്ന് തന്നെ വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർക്കും പാടാണ്. ആക്ച്വലി എഡിറ്റിനൊക്കെ കൂടുതൽ ആക്ച്വലി അത് ആക്ടേഴ്സിനാണ് കുറച്ചുകൂടെ. എഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യലാണല്ലോ. ഇത് നമ്മൾ എഡിറ്റിൽ വന്നിട്ട് ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ നമ്മളത് പടമാക്കി കൊടുത്തേ പറ്റൂ. അത് ഉത്തരവാദിത്തം. അത് നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ആക്ടേഴ്സിനൊക്കെ ചിലപ്പോൾ അത് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. ഒരു പെർഫോമൻസിനെയൊക്കെ അത് വളരെ ബാധിക്കും. എഡിറ്റിൽ അത് ചെയ്ത് കൊടുക്കണം, അത് എങ്ങനെ ഷൂട്ട് ചെയ്താലും. സെറ്റിലിപ്പോൾ ഞാനിപ്പോൾ ചെയ്ത പടം, ഞാനിപ്പം കുറച്ച് പടങ്ങളായിട്ടുള്ളൂ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത പടങ്ങൾ. ഇപ്പോൾ തലവരയ്ക്കാണെങ്കിൽ ഞാൻ ഫുൾ ടൈം സെറ്റിലുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേറൊരു സ്പോട്ട് റൈറ്റർ ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ സെറ്റിലുണ്ടായിരുന്നു. പിന്നെ മാഷേട്ടൻ്റെ പടങ്ങൾക്ക് പിന്നെ നമുക്ക് സെറ്റിൽ എപ്പോഴും ഉണ്ടാവും. സ്പോട്ട് എഡിറ്റിംഗ് ഒന്നുമില്ല, നമ്മൾ രണ്ടുപേരോട് സെറ്റിലുണ്ടാവും. നമുക്ക് പിന്നെ എഡിറ്റ് പാരലൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്കൂളിൽ പോകുന്ന കണക്ക് തന്നെ ഹോംവർക്ക് പോലെ ദിവസവും ചെയ്തു പോകുന്ന പരിപാടിയാണ്. ഷൂട്ട് കഴിയുമ്പോൾ പടത്തിൻ്റെ ഫസ്റ്റ് കട്ടാവും. ഷൂട്ട് കഴിഞ്ഞാൽ അടുത്ത 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പടം കാണാൻ മീൻസ് അതിൻ്റെ ഒരു ഫൈനൽ വെർഷനല്ല, എല്ലാവർക്കും ഇതാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് ഇതൊക്കെയാണ് ഒന്ന് കണ്ട് ഒന്ന് വിലയിരുത്താനുള്ളൊരു പടത്തിൻ്റെ ജഡ്ജ്മെൻറ്റിലേക്കല്ല, ADസിനും എല്ലാവർക്കും ഒന്ന് പടം കാണാം. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് നമ്മളുടെ പരിപാടിക്കുള്ളത്. എഡിറ്റിൽ സത്യം പറഞ്ഞാൽ നിൽക്കുന്നത് ചില ആൾക്കാർക്ക് നല്ലത്, ചില ഡയറക്ടേഴ്സിന്.
ഞാനങ്ങനെ നിൽക്കാൻ ഇങ്ങനെ ഇനിയുള്ള പടങ്ങളിലൊക്കെ അങ്ങനെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അറിയില്ല. തിയേറ്ററിൽ കണ്ടപ്പോൾ ആക്ച്വലി എനിക്ക് റീസെൻ്റ്ലി ഇപ്പോൾ പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ വയ്ക്കുന്നതായിരിക്കും. ഇപ്പോൾ തലവരയ്ക്കകത്താണ് അർജുൻ്റെ പെർഫോമൻസ് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് അതിൽ ഇൻ്റർവെൽ ഒരു ബ്ലോക്കുണ്ട്. കുറച്ച് ഡ്രാമയാണ്, കുറച്ച് ഹൈ ഡ്രാമ സീക്വൻസാണ്. അത് ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനും അഖിലുമായിട്ട് ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇത്രത്തോളം പിച്ച് ചെയ്യണോ, കുറച്ച് പടത്തിൻ്റെ ഒരു മെയിൻ സ്ഥലമല്ലേ, കുറച്ച് ഡ്രാമ നമുക്ക് അണ്ടർപ്ലേ ചെയ്താൽ നന്നായിരിക്കുമോ. അപ്പോൾ അഖിൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, എടാ ഇവിടെ കുറച്ച് ഹൈ ആയിട്ട് നിന്നാൽ കുഴപ്പമില്ല, പിന്നെ നമ്മളുടെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് പയ്യെ തുടങ്ങിയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അഖിലിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ആ ജഡ്ജ്മെൻറ്റ് ആക്ച്വലി കറക്റ്റ് വർക്കായി. എൻ്റെ മെയിൻ ചലഞ്ച് ആക്ച്വലി അർജു ആ സീൻ എങ്ങനെ പുൾ ഓഫ് ചെയ്യുമെന്ന് എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും അർജു എങ്ങനെയായിരിക്കും വരുന്നതെന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അർജു ആ സീനിൽ ചെയ്തിട്ട് ശരിക്കും ഞങ്ങളെല്ലാവരും കൈയടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഷൂട്ട് ചെയ്യുന്ന സമയം. നിങ്ങൾ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് ഫീൽ ഉണ്ടായത്, അല്ലെങ്കിൽ ടച്ച് ചെയ്ത്. നമുക്കൊരു ഷോട്ടിൽ സ്ക്രീനിൽ മോണിറ്ററിൽ കാണുമ്പോൾ ഒരു മ്യൂസിക്കും ഇല്ല, ഒരു സൗണ്ടും ഇല്ലാതെ ഒരാൾ പെർഫോമൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ലേ. ഞാൻ അന്ന് അഖിലിൻ്റെ അടുത്ത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അഖിലിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് അർജുൻ്റെ ബെസ്റ്റ് ആയിരിക്കും. പക്ഷെ അത് കറക്റ്റായിട്ട് വന്നു കേട്ടോ. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇപ്പോഴും അർജുനെ കാണുമ്പോൾ പറയും, ഞാൻ അന്നത് പറഞ്ഞിരുന്നു, കറക്റ്റാണ്. എത്ര ഹൈറ്റിൽ ആരെയും വിളിച്ച് കാണിക്കാൻ പറ്റില്ല, കണ്ടോടൊന്നും കാണിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഫിലിം സ്കൂളിൽ പോകുന്നതിന് മുന്നേ അങ്ങനെ ഒരുപാട് ലോക സിനിമകൾ കാണുകയോ അങ്ങനത്തെ വലിയ പരിചയമൊന്നുള്ള ആളല്ല. ദൂരദർശനിൽ മറ്റേ ഞായറാഴ്ചയ്ക്ക് വരുന്ന സിനിമയൊക്കെ കണ്ട് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അന്ന് നമ്മൾ ഈ ഹരികൃഷ്ണൻസൊക്കെ കാണുന്ന സമയത്ത് മോഹൻലാലും മമ്മൂട്ടി ഒരുമിച്ച് വരുന്ന പടങ്ങളും കാണാൻ പ്രത്യേക താല്പര്യമില്ലോ. അന്ന് നമുക്കൊരു ഫാൻ ബേസൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. മീൻസ് എനിക്ക് അങ്ങനെ ഒരു പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റി. ചിലപ്പോൾ നമ്മളൊക്കെ വരുന്ന സമയത്തൊക്കെ അവർ ചിലപ്പോൾ ഇങ്ങനെ ഒരുമിച്ചുള്ള പടങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല. എനിക്കിത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഞാൻ ഏറ്റവും മിസ് ചെയ്ത് അവർ ഈ സിനിമയിൽ ആദ്യം അഭിനയിക്കുന്ന ഷോട്ട് എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല. ഞാൻ ആ സമയത്ത് തലവരുടെ ഷൂട്ടിലായിരുന്നു. എനിക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് മാഷേട്ടൻ എനിക്ക് അന്ന് രാത്രി എനിക്ക് ഫൂട്ടേജ് എനിക്ക് അയച്ചു തന്നു. ഞാൻ ആക്ച്വലി ആ സമയത്ത് പാലക്കാടാണ്. ഞാനത് ഫൂട്ടേജ് കണ്ടിട്ട് ഞാൻ റൂമിൽ ഒറ്റയ്ക്കുള്ളൂ. എനിക്ക് കാണുന്ന സമയത്ത് നമുക്കൊരു തരിപ്പുണ്ടാവില്ലേ, ഇത് പൊളിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ടീസർ കാണുമ്പോൾ ആ ഷോട്ട് വരുമ്പോൾ ആൾക്കാർ നിർത്തി വെച്ച് നോക്കില്ലേ, അതിൻ്റെ വേറൊരു എക്സൈറ്റ്മെൻറ്റ്. അവർ ഒരുമിച്ചുള്ള ഇപ്പോൾ സീൻസൊക്കെ വരുന്ന സമയത്ത് അത് അങ്ങനെ തന്നെയാണ്, പടത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഫോട്ടോയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എഡിറ്റിംഗ് ഒന്നുമല്ല ഫിലിമിലെ പരിപാടി. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്. ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ പിള്ളേർ നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കും. പിന്നെ പിന്നെ അതൊരു എസ്തെറ്റിക്സ്, പല ആൾക്കാർക്കും ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവും ഇങ്ങനത്തെ പടങ്ങൾ എടുക്കാൻ. പക്ഷേ വേറൊരാൾ എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മളുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ മാത്രമാണ് ഫോട്ടോസ്. അത് ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കും. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചുകൊണ്ട് നമുക്കൊരു 1 ഇയർ ആദ്യത്തെ ഒരു വർഷമൊക്കെ നമുക്ക് കോമൺ കോഴ്സൊക്കെ, മീൻസ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പഠിക്കണം. പിന്നെ നമ്മളെ ബാച്ചിലുള്ളവരൊക്കെ സിനിമാറ്റോഗ്രാഫേഴ്സ്, മൊത്തത്തിൽ ഒരു ഹോസ്റ്റലിൽ മുഴുവൻ സിനിമ പഠിക്കുന്ന വിദ്യാർത്ഥികളില്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ്. അല്ലാണ്ട് എനിക്ക് സിനിമ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി അങ്ങനെ ഒരു ഈസി പരിപാടിയോ, ഒരിക്കലും ഈസി പരിപാടിയല്ലേ സിനിമാറ്റോഗ്രാഫി. അപ്പോൾ അതുമായിട്ട് നിലവിൽ അതിനുള്ള ധൈര്യമൊന്നുമില്ല. ഇല്ല, അങ്ങനെ സിനിമ സംവിധാനം ചെയ്യണമെന്ന് അങ്ങനത്തെ ഉള്ള ആഗ്രഹങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല. ഇനി ആരും ഇങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ പോകുന്നത്. ഞാനും ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ 3-4 പടം ചെയ്യുമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ട് സെറ്റായതല്ല. ആഗ്രഹിച്ചിരുന്നു, ചിലപ്പോൾ സംഭവിച്ചേക്കാം.